നമസ്കാരം. ഒക്ടോബറിന്റെ മധ്യത്തോടെ കേരളം വീണ്ടും ശക്തമായ മഴയുടെ പിടിയിലാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം വിട പറയുന്നതിന് മുമ്പ് തന്നെ പുതിയ തുലാവർഷഘട്ടം എത്തുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഇന്നു മുതൽ അടുത്ത 5 ദിവസങ്ങൾ വരെ സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മധ്യ തെക്കൻ ജില്ലകളായ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെയോടെ മുന്നറിയിപ്പ് പരിധി തൃശൂർ വരെ വ്യാപിക്കും. ശക്തമായ കാറ്റും ഇടിമിന്നലും ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് മുന്നറിയിപ്പ്. മത്സ്യബന്ധനത്തിന് ഇന്ന് കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ വിലക്കുണ്ട്. അതേസമയം അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ അല്ലെങ്കിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മറ്റ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അറബിക്കടലിൽ രൂപം കൊള്ളാൻ പോകുന്ന ന്യൂനമർദ്ദമാണ് മഴയ്ക്കുള്ള പ്രധാന കാരണം. നിലവിൽ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ നിലനിൽക്കുന്ന ചക്രവാത ചുഴി തെക്ക് പടിഞ്ഞാറോട്ട് നീങ്ങി കന്യാകുമാരി തീരം വഴി തെക്ക് കിഴക്കൻ അറബിക്കടലിനും ലക്ഷദ്വീപ് പരിസരത്തേക്കുമാണ് നീങ്ങുന്നത്. ഞായറാഴ്ചയോടെ ഇത് ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വിലയിരുത്തുന്നത്. തുലാവർഷത്തിനായി അനുയോജ്യമായ അന്തരീക്ഷ ഘടകങ്ങൾ നിലവിലുണ്ടെന്നും ഈ ഘട്ടത്തിൽ തുടക്കത്തിലെ സംസ്ഥാനത്ത് കനത്ത മഴ ലഭിക്കുമെന്നുമാണ് വിദഗ്ധർ പറയുന്നത്. ഈ സമയത്ത് മലയോരങ്ങളിലും തീരപ്രദേശങ്ങളിലും ഉരുൾപൊട്ടലിനും വെള്ളപ്പൊക്കത്തിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകുന്നു.